അങ്ങനെ രവി പാപ്പവുമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന ഉടനെ രമ്യയെ തിരക്കി. രമ്യ റൂമിൽ. അമ്മ പറഞ്ഞു, അവളെന്തോ ഏത് സമയം റൂമിൽ? ഞാൻ നേരത്തെ വിളിച്ചപ്പോഴും റൂമിലായിരുന്നല്ലോ, റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങത്തില്ലേ? അവൻ റൂമിലേക്ക് ചെന്നു. ലൈറ്റ് പോലും ഇട്ടിട്ടില്ല, ഇരുട്ടത്ത് കിടക്കുന്നു. അവൻ ചെന്ന് ലൈറ്റ് ഇട്ടു. അവളുടെ മുഖം ആകെ വല്ലാതിരിക്കുന്ന എനിക്ക് തോന്നി. എന്തു പറ്റി, നിനക്ക് വയ്യേ? അവൻ ഓടിച്ചെന്ന് നെറ്റിയിൽ തലോടി. കവളിലൊക്കെ കൈവച്ച് നോക്കി. എന്തു പറ്റി, പനി വല്ലതും ഉണ്ടോ? ഇല്ല രവിയേട്ടാ, വല്ലാത്തൊരു തലവേദന. വയ്യെങ്കിൽ നാളെ കോളേജിൽ പോകണ്ട, നീ റെസ്റ്റ് എടുക്ക്. അയ്യോ അത് പറ്റില്ല, എനിക്ക് പോയേ പറ്റൂ, എക്സാമൊക്കെ അടുത്ത് വരുക. അതൊന്നും മിണ്ടിയില്ല. അവൻ്റെ സ്നാക്സൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നിടത്ത് കഴിക്ക്, എന്തെങ്കിലും കഴിക്ക്, നീ എഴുന്നേക്ക്, റൂമിൽ തന്നെ ഇരിക്കാതെ. അങ്ങനെ അവൾ ഹാളിലേക്ക് പോയി. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം, രവി പറഞ്ഞു. അവൾ ഹാളിലേക്ക് പോയ സമയത്ത് രമ്യയുടെ ഫോൺ ബെല്ലടിച്ചു. രവി ജസ്റ്റ് ഒന്ന് നോക്കി. മനോജ്. പെട്ടെന്ന് അവൻ്റെ നെഞ്ചിലൂടെ ഒരു തീ പാഞ്ഞു പോയി. മനോജ്, അതാര്? അവൻ ഫോണെടുത്ത് നോക്കി. നമ്പർ, ഈ മനോജ് എന്ന പേരുള്ള ആരാണ്? അവനിങ്ങനെ ആലോചിച്ചു. അവനത് നോട്ട് ചെയ്തു. ആ നമ്പർ അപ്പോൾ തന്നെ രവിയുടെ ഫോണിലേക്ക് സേവ് ചെയ്തു. അതിനുശേഷം അവൻ കുളിക്കാൻ പോയി. കുളിച്ച് ഫ്രഷായിട്ട് വന്ന് വേറൊരു ഡ്രസ്സ് എടുത്തിട്ടു. കുളിച്ച് കയറി വന്നപ്പോൾ അവൾ റൂമിനകത്തുണ്ട്, ഫോണിലാണ്. നിൻ്റെ ഫോൺ അടിക്കുകയായിരുന്നു, രവി പറഞ്ഞു. ആ, അതെൻ്റെ ഒരു കൂട്ടുകാരിയായിരുന്നു. അപ്പോഴേ അവന് എന്തോ കള്ളത്തരം ഫീൽ ചെയ്തു. മനോജ് എന്നായിരുന്നല്ലോ പേര്. ചോദിച്ചപ്പോൾ കൂട്ടുകാരിയാണെന്ന്. നോക്കാം എവിടം വരെ പോകുമെന്ന് അവൻ്റെ മനസ്സിൽ അവൻ കുറിച്ചിട്ടു. ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല, കൈയോടെ പിടിച്ചെങ്കിലേ പറ്റൂ. അവൻ മനസ്സിലിങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു. അവൾ ആദ്യമേ തൊട്ട് പറയുന്ന കള്ളത്തരങ്ങളും എല്ലാം അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. മനോജ് നമ്പർ എൻ്റെ കയ്യിലും ഉണ്ട്, നോക്കാം. അവന് അവളോട് ദേഷ്യവും നീരസവും ഒന്നും തോന്നിയില്ല. പക്ഷേ ഇത് തെളിയിക്കണമെന്ന് അവൻ്റെ മനസ്സിൽ ഉറച്ചു. ആഹാരം എന്തെങ്കിലും ആയോ? അവൻ ഹാളിലേക്ക് പോയി. ഹാളിലേക്ക് പോയപ്പോഴും രമ്യ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കോള് വന്നത് ആരെയാണെന്ന് രവിയേട്ടൻ കണ്ടോ എന്തോ? അഥവാ കണ്ടെങ്കിൽ തന്നെ താൻ കൂട്ടുകാരിയുടേതാണെന്ന് പറഞ്ഞത് സംശയമാവൂ. മനോജ് എന്നാണല്ലോ സേവ് ചെയ്തിട്ട് എൻ്റെ കഷ്ടകാലത്തിന്. അവളുടെ മനസ്സിൽ ആദി കയറി. എന്തോ ചെയ്യാനാ, ഞാൻ നോക്കാം. സംശയം വന്ന് കാണത്തില്ലായിരിക്കും. ബെല്ല് കേട്ടോണ്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞത് കോള് വരുന്നെന്ന്. ആളിനെ കണ്ടു കാണത്തില്ല, കണ്ടെങ്കിൽ ചിലപ്പം ചോദിച്ചാൽ ആരാണ് മനോജെന്ന്. കണ്ടു കാണത്തില്ല. അവൾ സ്വയം ആശ്വസിച്ചു. അതിനുശേഷം അവൾ റൂമിന് വെളിയിലേക്ക് വന്നു. അപ്പോൾ രവി TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ ആഹാരം വിളമ്പുന്നു. അവളും കൂടെ കൂടി. അപ്പോഴേക്കും കൊച്ചു കരഞ്ഞു. കുഞ്ഞിനെ ഒക്കത്തെടുത്ത് വെച്ച് അവൾ ചേറിട്ടിരുന്നു. അമ്മ രവിക്കും രമ്യയ്ക്കുള്ള ആഹാരം വിളമ്പി. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും അവൾ രവിയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു. രവിക്ക് എന്തോ ഒരു മ്ലാനത പോലെ അവൾക്ക് തോന്നി. ഇനി തനിക്ക് തോന്നുന്നതായിരിക്കുമോ അവൾ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് അവർ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന് രണ്ടുപേരും കിടന്നു. സാധാരണഗതിയിൽ റീൽസൊക്കെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കാണക്കവും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും ബഹളമൊക്കെയാണ്. ഇവൾ റീൽസ് കാണാൻ തുടങ്ങി. പക്ഷേ രവി ഫോൺ അവിടെ വെച്ചിട്ട് മുകളിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു. എന്തു പറ്റി രവി ഏട്ടാ? ഒന്നുമില്ല, അവൻ പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാ? ഇങ്ങനെയല്ലായിരുന്നല്ലോ. ഒന്നുമില്ലടി, എന്തോ ഒരു വർക്കിൻ്റെ കുറേ പ്രഷറുണ്ടല്ലോ, അതാണെന്ന് തോന്നുന്നു, ഒരു വല്ലായ്മ. അങ്ങനെ അവൻ ലൈറ്റ് അണയ്ക്കാൻ അവളോട് പറഞ്ഞു. ലൈറ്റ് അണയ്ക്ക് നീ, ഞാൻ കിടക്കട്ടെ, ഉറക്കം വരുന്നു. അങ്ങനെ ലൈറ്റ് അണച്ചു. രവി കിടക്കുന്നെങ്കിലും രവിയുടെ മനസ്സിലൂടെ പല പല ചിന്തകൾ കടന്നുപോയി. എന്താണ് തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾ സത്യം ചെയ്തതെല്ലാം കള്ളമായിരുന്നു. ആരാണ് ഈ മനോജ്? അങ്ങനെ പല പല ചിന്തകൾ. ഈ മനോജ് എന്ന് പറയുന്ന വ്യക്തിയുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയാലോ എന്ന് രവി ആലോചിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, നോക്കാം. അങ്ങനെ നേരം വെളുത്തു. രാവിലത്തെ ഓട്ടപ്പാച്ചിലെല്ലാം കഴിഞ്ഞ് രമ്യ റെഡിയായി വന്നു. അവൻ മൊത്തത്തിൽ രമ്യയെ ഒന്ന് നോക്കി. അടുത്ത സമയത്തായിട്ട് രമ്യയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നത് അവൻ ആദ്യമായി ശ്രദ്ധിച്ചു. തൻ്റെ ഭാര്യയ്ക്ക് വന്ന മാറ്റം അവൻ മനസ്സിൽ ചിന്തിച്ചു. മുമ്പ് എങ്ങനെയായിരുന്നു രമ്യ? ഇപ്പോൾ അടിമുടി മാറിയിട്ടുണ്ട്. ഒരുക്കത്തിലും ഭാവത്തിലും നടത്തത്തിലും സംസാരത്തിലും മൊത്തത്തിൽ. അതിൻ്റെ കാരണമൊക്കെ ഇപ്പോൾ തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്താ രവിയേട്ടാ ഇങ്ങനെ നോക്കുന്നേ? രമ്യ ചോദിച്ചു. ഒന്നുമില്ല, നിൻ്റെ ആ ഒരുക്കം കണ്ട് നോക്കിയതാ, അവൻ പറഞ്ഞു. പറയുന്നതിൽ അവൻ്റെ
സംസാരത്തിൽ പഴയ ചിരിയോ കുസൃതിയോ ഒന്നുമില്ല. അവൾക്ക് അത് ഫീലായി നന്നായി. അങ്ങനെ ബൈക്കിൽ കയറി രണ്ടുപേരും കോളേജിലേക്ക് പോയി. അവൻ കോളേജിൽ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം അവൻ ഓഫീസിലേക്ക് പോയില്ല. ഇന്ന് ഓഫീസിൽ വിളിച്ച് താൻ അവധിയാണ്, തനിക്ക് വയ്യ, സുഖമില്ല എന്ന് പറഞ്ഞു. കള്ളത്തരം കൈയോടെ പൊക്കണമല്ലോ. അവൻ കോളേജിൻ്റെ പരിസരത്ത് തന്നെ മാറി നിന്നു. രമ്യ തിരിച്ചിറങ്ങുന്ന സമയം മുതൽ വീട്ടിലെത്തുന്ന സമയം വരെ നിരീക്ഷിക്കാനായിരുന്നു അവൻ്റെ പ്ലാൻ. എന്താണെന്ന സത്യാവസ്ഥ ഇന്ന് തെളിയിക്കണം, അവൻ മനസ്സിൽ ഉറച്ചു. അങ്ങനെ കോളേജിലിരുന്ന് രമ്യ പഴയതുപോലെ മനോജിനോട് ചാറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ചാറ്റ് ചെയ്ത് സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ കോളേജിൻ്റെ സമയം കഴിഞ്ഞു. അതിനുശേഷം അവൾ കൂട്ടുകാരിയോടൊക്കെ ടാറ്റ പറഞ്ഞ് ഇറങ്ങി. നോക്കിയപ്പോഴതാ ബസ് സ്റ്റോപ്പിൽ മനോജ്. ബസ് സ്റ്റോപ്പിലേക്ക് പോകണോ അതോ ചായക്കടയിലേക്ക് പോകണോ എന്നുള്ള ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ. രണ്ടും കൽപ്പിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് തന്നെ പോയി. രവി മറഞ്ഞു നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് രണ്ടുപേരും സംസാരിക്കുന്നത് അവൻ കണ്ടു. അവൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. തൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് അവൻ അതിശയിച്ചു പോയി. രണ്ടുപേരും സംസാരിച്ച് ഓപ്പോസിറ്റുള്ള ചായക്കടയിലേക്ക് പോകുന്നത് അവൻ കണ്ടു. ചായക്കടയിലെ അകത്തെ വ്യൂ വ്യക്തമല്ലെങ്കിലും ഏറെക്കുറെ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് തൻ്റെ ഭാര്യ മുമ്പേ ഇറങ്ങി പോകുന്നു. അതിനുശേഷം അവൾക്ക് വരാനുള്ള ബസ് വരുന്നു. അവൾ കയറി പോകുന്നു. അവന് എന്തെന്നില്ലാത്ത ഒരു മാനസിക സംഘർഷം തോന്നി. അങ്ങനെ രമ്യയുടെ പിറകെ രവിയും വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.